അമ്മയും നമ്മുടെ കൂടെ വന്ന് ചേച്ചിയും കൂടി ഇങ്ങനെ വന്ന വഴിക്ക് നൈസായിട്ടൊന്ന് സ്ലിപ്പായി. ആ ചേച്ചിയുടെ മോറൊക്കെ പൊട്ടി, കാലൊക്കെ പൊട്ടി, നമ്മുടെ ഷോൾഡർ കുത്തിയാണ് വീണത്. എനിക്ക് ഇങ്ങനെ ചോറൊന്നും വരുത്തി കഴിക്കാൻ പറ്റണ്ടായില്ല, മുടിയൊക്കെ ഇട്ടാൻ പറ്റണ്ടായില്ല. ഒരു വീഴ്ച തന്നെ വീണത്. ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം. സാദുഷ്ടമായത് മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്, പഴങ്കഞ്ഞ അച്ചാർ. അതെ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മളും സന്തോഷമായിട്ടിരിക്കുന്നു. അതെ അതെ, എല്ലാവരും ശ്രുതിയും സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഭാവയും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥന എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇനിയും വേണം. ഇനി നിസ്സാര ദിവസങ്ങൾ കൂടി ഉള്ളൂ അല്ലേ, വിരലുണ്ടാവുന്ന ദിവസങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ ആളവിടെ ഉണ്ടാ, ആൾ വീട്ടിലേക്ക് പോയി. അപ്പൊ അതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം, കൊണ്ടാട്ടം ഒന്ന് അടിച്ചു നോക്കിയിട്ട് കാണാം അല്ലേ അല്ലേ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വണ്ടിയിൽ നിന്നൊക്കെ വീണിരിക്കുന്നതാണ്. കൈയൊക്കെ ഇതായിട്ടിരിക്കണേണ്. എക്സ്റേ എടുക്കാൻ നേരത്താണ് കയ്യിൽ എന്നും ഒരു ചെറുത് ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. എന്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് തക്കു ചെയ്യണത് എല്ലാ മാസം അലാറൂട്ട പോലെ വരും. വന്ന് പൂജിച്ച് പഴയത് എടുത്ത് മാറ്റി പുതിയത് കെട്ടിത്തരും. പക്ഷെ അത് എക്സ്റേ എടുക്കാൻ നേരത്തെ അഴിച്ചു കളഞ്ഞു. പക്ഷെ എക്സ്റേ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. അമ്മയും നമ്മുടെ കൂടെ വന്ന് ചേച്ചിയും കൂടി ഇങ്ങനെ വന്ന വഴിക്ക് നൈസായിട്ടൊന്ന് സ്ലിപ്പായി. ആ ചേച്ചിയുടെ മോറൊക്കെ പൊട്ടി, കാലൊക്കെ പൊട്ടി, നമ്മുടെ ഷോൾഡർ കുത്തിയാണ് വീണത്. ഇത്തിരി പൊട്ടിയുള്ളു, കൈ മാത്രം ഇത്തിരി പൊട്ടിയുള്ളു. പക്ഷെ ഇവിടെ കുത്തിയാണ് വീണത്. കൈ നല്ല വേദന ഉണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് ഇങ്ങനെ ചോറൊന്നും വരുത്തി കഴിക്കാൻ പറ്റണ്ടായില്ല, മുടിയൊക്കെ ഇട്ടാൻ പറ്റണ്ടായില്ല. ഇന്ന് അതിലും ഭേദമായിട്ടുണ്ട്. അതെ, അതൊരു നീരുവീഴ്ച ഉണ്ടാവുമല്ലോ. അപ്പൊ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഒരു വീഴ്ച തന്നെ വീണത്. ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം. അതെ അതെ അതെ. എന്താ നല്ല തിരക്കുള്ള റോഡായിരുന്നു കോട്ടുള്ളിൽ. വൈകുന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കോട്ടുള്ളി വരാപ്പുഴ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചു പറവൂരിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. കൈതാരം വഴി വന്നത്, അള്ളുള്ളി വഴി. ആ സമയത്ത് എല്ലാവരും പണി കഴിഞ്ഞ് ആലപാഞ്ഞ് പോണ സമയമാണ്. എങ്ങനെയെങ്കിലും വീട്ടിലെത്താനല്ലായിരുന്നു നോക്കണം. ആ സമയത്താണ് മറിഞ്ഞ് റോട്ടിലേക്ക് വീണത്. വീട്ടിൽ പെട്ടെന്ന് വേറെ നല്ല വണ്ടി വന്ന് കയറാഞ്ഞ എല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ്. അതെ അതെ, അത്ര നല്ല തിരക്കുള്ള റോഡാണ്. അത്ര തിരക്കുള്ള റോഡായിരുന്നു. അതെ, അപ്പൊ ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചില്ല. പെങ്കൊച്ചിന് ഇത്തിരി പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യം. പെട്ടെന്ന് കുടിച്ചപ്പോ അങ്ങനെ സ്ലിപ്പായി പോയതാണ്. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധനം ചെയ്യാൻ പോകണേ അല്ലേ. അപ്പൊ അത് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടാ, നല്ല ശുദ്ധമായ എണ്ണ, പവിത്ര നല്ല എണ്ണ. പവിത്ര നല്ല വരച്ചോളൂ, ഞങ്ങളുടെ ആശാന്റെ എണ്ണയാണ്. അപ്പൊ അതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരട്ടെ അല്ലേ. എണ്ണ ചൂടായിക്കോട്ടെ. അതെ, ഞാൻ അപ്പുറം പോയി അപ്പിലാമതേ ഉലുവയും എന്തുകൊണ്ട് കടുകും ഉലുവയും പൊട്ടി. പിന്നെ ഇടല്ലേ ഇടല്ലേ ഈ സാധനങ്ങളൊക്കെ നോക്കി, ഈ സാധനങ്ങളൊക്കെ എല്ലാവരും സാധനങ്ങളാണ്. എന്നിട്ട് സമയം തന്നില്ല, അതിന് മുന്നേ അമ്മ ഇതെല്ലാം എടുത്തിട്ട് എന്താ പറയാ പിന്നെ അടുത്ത് വലിയ പണിയോ. അപ്പൊ ഇതൊക്കെ നിന്ന് വാടണം അല്ലെ. അതെ, ഇവിടെ നാരങ്ങാച്ചാറും കൂടുതലുണ്ടാവും. ഇത് തന്നെ 2 ദിവസം അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പ് പറ്റി വെച്ചേക്കണം. അടിപൊളിയാണ്. ഇത് തന്നെ വരുത്തില്ല കണ്ട, ഇത് നല്ല രസമുണ്ട്. ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ല ചളായി നോക്കാം. എന്റെ കൈക്ക് പാടില്ലാത്ത കാരണം ഞാൻ ഇളക്കിയിട്ട് ശരിയാവണില്ല. അപ്പതേ കണ്ണനാണ്ട അച്ചാർ ഇളക്കി തരാന്നൊക്കെ പറഞ്ഞ ഇളക്കുന്നുണ്ട്. അതെ, പിന്നെ നിങ്ങളെ കാണിച്ചു ഞങ്ങൾ വേണേ കഴിക്കണത് കാണിക്കാം. അതെ, അത് ഞങ്ങൾ കാണിക്കാം. കൊതിപ്പിക്കണത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. സുപ്പാണ്ടി അവിടെ നിന്ന് സുപ്പാണ്ടി കഴിക്കാൻ പറ്റില്ലെന്ന്. കണ്ടിട്ട് കണ്ണ നന്നായിട്ട് എനിക്കറിയാം. കണ്ണ വീഡിയോ എടുക്കാനൊക്കെ കൊറേ നാളായില്ലേ തുടങ്ങിയിട്ട്. നിന്റെ ഇത്തിരി കാറ്റെങ്കിലും എനിക്ക് വീശിട്ടുണ്ടാവൂല അണ്ണാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇന്ന് ശ്രുതിയില്ല, അപ്പൊ ശ്രുതിക്ക് കഴിക്കാൻ പറ്റൂല. അച്ചാറൊക്കെ ആയിട്ട് അച്ചാറ് കഴിക്കാം അല്ലെ. അച്ചാറ് ഞാൻ ശ്രുതിക്ക് കൊടുക്കും, കഴിക്കാൻ പറ്റില്ല. കഞ്ഞി കുടിക്കാൻ പറ്റും. എവിടെ എന്തെടുത്താലും ശ്രുതിക്ക് കൊടുക്കും. എങ്ങാടൊക്കെ എനിക്ക് കാണിച്ചേക്കണ ദൈവമേ. ക്യാമറ വാട്ടണ പോയേക്കണേ തോന്നുന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ.
എനിക്ക് പറ്റില്ല, ഞാൻ ഇളക്കട്ടെ. എന്നാലും എനിക്ക് അങ്ങനെ ഇളക്കണമെന്നൊരു ആഗ്രഹം. കൊള്ളാം. സൂപ്പർ. അപ്പം നോക്കി നമ്മളെ സാദുഷ്ടമായത് മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കഴിക്കാൻ പോകുന്ന രീതിയാണ് നിങ്ങൾക്കെല്ലാം വ്യത്യസ്തമായി തോന്നുന്നത്. അത് കാണിച്ചു തരാട്ടാ. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിട്ടൊരു പിടുത്തം പിടിക്കാം നമുക്ക്. ഓക്കെ. നമ്മൾ സ്ഥിരം സ്പോട്ടിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ സ്ഥിരം സ്പോട്ടിലൂടെ വന്നിരുന്നു. അപ്പം ഇന്നത്തെ കഞ്ഞി, പഴങ്കഞ്ഞി ഇതേ നല്ല അച്ചാറും കൂട്ടി, വേറെ കറിയൊന്നുമില്ല. കറി ഉണ്ട്, കറി എടുക്കല്ല. ഇങ്ങനെ കൂട്ടിത്തിട്ട് നമുക്ക് ഇങ്ങനെ പിടുത്തം പിടിക്കാം അല്ലേ. എനിക്ക് നമ്മളിത് കുഴച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടാ. പഴങ്കഞ്ഞി അച്ചാർ. അതെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഉറപ്പിക്കാമോ? ഞങ്ങൾ എന്തുണ്ടാക്കില്ല അങ്ങനെ പറയട്ടെ. ഒരു കാര്യം കിടന്നേ പൊടിയാണല്ലേ. ശരിയല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ അടിപൊളി. ഞങ്ങൾ കഴിച്ചേർക്കട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, കഴിച്ചേർക്കട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നോക്കിയേ, നമ്മൾ കടക്കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തി. ഇവിടെ എത്തി, അതായത് പിറ്റേ ദിവസം എത്തിയത്. പിറ്റേ ദിവസമല്ല, അതിന് മുന്നത്തെ ദിവസം എത്തി. ഇന്നലെയും എത്തി അല്ലേ? ഇന്നലെ വന്നപ്പോൾ എടുക്കാൻ പറഞ്ഞ വീഡിയോ. ഇന്നലെ ഞാൻ സംസാരത്തിലായി പോയി അല്ലേ? ഇന്നലെ വന്ന് എനിക്ക് അച്ചാറൊക്കെ കൊണ്ടുവന്ന്, പക്ഷേ വീഡിയോ എടുത്തില്ലെന്നുള്ളൂ. അതെ, സംസാരിച്ച് അവിടെ ഇരുന്ന് പിന്നെ മറന്നുപോയി. എല്ലാവരും സംസാരിച്ചിരുന്ന് ഇന്നിപ്പോൾ പിന്നെയും വന്നേക്കണേണ്. സ്ഥിര റൊട്ടീൻ പോലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് കയറിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെമ്മീൻ ഇട്ടിരിക്കണം. അപ്പോൾ ഒരു ചോറ് നിന്നിട്ട് വന്നിരിക്കും. ചെമ്മീൻ പറ്റിച്ചത്, കുറച്ച് ചോറ് കഴിച്ചിട്ട് കറി എടുത്തല്ല, മത്തങ്ങ ചെമ്മീനും കൂടെ ഒക്കെ തേങ്ങ അരച്ച്. അപ്പൊ ഇച്ചിരി ഈ കൊഴുവ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ വറക്കാം. സൂചിക്കൊഴുവ നന്നാക്കുന്നു വേണ്ട, കഴുകിയെടുത്താൽ മതിയല്ലോ. നേരെ കഴുകിയിടുക, വറക്കുക, തിന്നാം. ദാറ്റ്സ് ഓൾ. അതെ, അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കാം. അതെ. അപ്പോ അല്ലേ, അതെ, ഇവിടെ ഇരുട്ടാണല്ലേ. ഇവിടെ ഇരുട്ടാണ്. എന്റെ പൊട്ടൊക്കെ ഉണ്ട്, കൈ ഇടിച്ച് അതിന് പൊട്ടൊക്കെ ഉണ്ട്. എനിക്ക് പൊട്ടൊക്കെ തൊട്ട് വന്നേക്കണം. കുറെ ദിവസത്തിൽ പൊട്ടൊക്കെ തൊട്ടതാണ്. കുറിയൊക്കെ തൊട്ട് വന്നപ്പോ ഞാൻ ചോദിക്കണേ, ഐശ്വര്യം ഉണ്ടല്ലോ എന്നെ കാണാൻ. എന്താ പറയാ, സൂയണെന്ന് ഞാൻ സുന്ദരനായിട്ട് കിടക്കുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ അല്ലേ? ഹോസ്പിറ്റലിൽ പോയതിന്റെ പക്ഷെ നമ്മള് വ്ലോഗ് ഒന്നും എടുത്തില്ല. ഹോസ്പിറ്റലിൽ പോയി കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം പോയി. വേറെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. സ്കാനിങ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇപ്പൊ ഏകദേശം ഡോക്ടർ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്കാനിങ് കൂടെ കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കൺഫേം ആയിട്ട് പറയാട്ടെ എല്ലാവരോടും. അതെ, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മാസമൊക്കെ നമുക്ക് ആളെ കാണാൻ പറ്റും. എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇതിന്റെ കാര്യങ്ങള് പറയുന്ന ഡേറ്റിലൊന്നും അല്ലല്ലോ. അതെ 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 അതെ, ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാൻ എന്താണെന്ന് ഓർത്ത് കൈ ഇങ്ങനെ നോക്കണുണ്ടോ ശരിക്കും. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇനിയും വേണം. കുറെ പേര് പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ അറിയാട്ടെ. എന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണെങ്കിലും കുറെ പേരൊക്കെ കാണുന്നുണ്ട്. കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കും, എന്താണ് ഇതായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും. എല്ലാം ഇൻസ്റ്റയിലായിട്ടും യൂട്യൂബിൽ പറ്റുന്ന പോലെ ഞാൻ ചോദിക്കണേ, എനിക്ക് അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ആ ടൈമൊക്കെ കഴിക്കാൻ യൂട്യൂബിൽ ശ്രുതിയാണ് എല്ലാം എഡിറ്റിംഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇൻസ്റ്റയിൽ ഞാനാണ് ചെയ്യണത്. അപ്പൊ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് അപ്ലോഡ് ചെയ്യണത് ഞാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ പുറകെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചിലപ്പോ അങ്ങനെ കുറച്ച് സമയമൊക്കെ വൈകിക്കും വരുന്നത്. ഇനി യൂട്യൂബിൽ എനിക്കൊരു കംഫർട്ടബിൾ അല്ല ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞാല്. അപ്പൊ ശ്രുതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ബേബി എന്നതും കൂടെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ട്. ഇനി ആ സമയത്തുള്ള സിറ്റുവേഷൻ പോലെ കാണാനെ കൊടുത്ത് എനിക്ക് ഇത്ര വിശ്വാസമില്ല. ഇല്ല, ഞാൻ ചെയ്യൂല. അപ്പൊ എല്ലാ കുഞ്ഞു അപ്ഡേഷൻ എല്ലാം മെയിൻ അപ്ഡേഷൻ എല്ലാം നമ്മൾ ചെയ്തിരിക്കും.
പോസ്റ്റ് ഒക്കെ ഇടാൻ ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇടാനായിട്ടൊക്കെ നമ്മുടെ ഇടയിൽ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് അറിയിക്കണേ. അപ്പൊ എല്ലാവരും ഒന്ന് ഇൻസ്റ്റേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അറിയും. അങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞാട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും. അതെ കുറെ പേര് ചോദിക്കണ്ട, എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലെ തന്നെ എല്ലാവരും അവരവരുടെ സ്വന്തം വീട് പോലെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്കത് സന്തോഷമാണ്. അപ്പൊ എല്ലാവരും അറിയിക്കണത് നമ്മളുടെ ചുമതലയുമാണ്, കടമയാണത്. അത് നമ്മളെന്തായാലും ചെയ്തിരിക്കും. നമ്മുടെ ബേബിനെ ഇത്രയും പേര് സ്നേഹിക്കാനുള്ളടത്ത് അപ്പൊ അവരെ അറിയിക്കണമല്ലോ എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ട് എല്ലാം സെറ്റ് ആവുമെന്ന് വിചാരിക്കണ്. അതെ, എല്ലാം അന്നേരത്തെ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യും അപ്പൊ തന്നെ. അതെ, അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ച് നിർത്താൻ ഈ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.